സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ? നന്നായി പഠിക്കുന്നുണ്ടോ മക്കളെ? നോക്കൂ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഭരണഘടനയാണ്. വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ്, മെയിൻസ്, +2 ലെവൽ, ഡിഗ്രി ലെവൽ ഏതൊരു പരീക്ഷയ്ക്കും ഭരണഘടന നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 2022 ശേഷം ഇങ്ങോട്ട് നടന്ന എല്ലാ PSC പരീക്ഷയിലെയും ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ അതിന്റെ കണക്റ്റഡ് ഫാക്ട് ഭരണഘടന സീരീസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ എടുത്ത ക്ലാസ്സുകൾ കാണാൻ വേണ്ടി കമ്പനി ബോർഡ് LGS ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. നോക്കൂ, ഇന്നലെ 2026 മെയ് മാസം 6-ാം തീയതി നടന്ന ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കണം. നിങ്ങളുടെ പിറകിൽ കാണാൻ പറ്റും പ്രധാനപ്പെട്ട ചില കോഡുകൾ, രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം SCERT ഫാക്ട് നോക്കൂ. SCERTയിൽ ഇപ്പോൾ പുതുതായിട്ട് മാറിയ SCERTക്ക് അകത്ത് അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നലെ നടന്ന PSC പരീക്ഷയിലെ ഒരു 6-7 ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ദേശീയ ഭരണഘടനാ ദിനം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. നോക്കൂ, ദേശീയ ഭരണഘടനാ ദിനം എന്നാണ് എല്ലാവർക്കും അറിയാം. നവംബർ മാസം 26-ാം തീയതിയാണ് ഇന്ത്യയില് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. മക്കളെ, അവിടെ നല്ലൊരു പോയിന്റ് നിങ്ങൾ പഠിക്കണം. ഭരണഘടനാ ദിനത്തിൽ നമ്മൾ എല്ലാവരും പാല് കുടിച്ചു. കാരണം ഇന്ത്യൻ ഭരണഘടന എന്നുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രമാണ രേഖയാണല്ലേ. ഈ രാജ്യം മുന്നോട്ട് പോകുന്ന ഭരണഘടനയ്ക്ക് അനുസരിച്ചാണ്. അപ്പൊ ആ ഭരണഘടനാ ദിവസം നിങ്ങൾ എന്ത് ചെയ്തു? പാല് കുടിച്ചു. നാഷണൽ മിൽക്ക് ഡേ ആണ്. നാഷണൽ മിൽക്ക് ഡേ. നോക്കൂ, ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവംബർ 26 നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. നവംബർ 26 വർഗീസ് കുര്യൻ ഏത് ജില്ലയിലാണ് ജനിച്ചത്, അല്ലെങ്കിൽ എവിടെയാണ് ജനിച്ചതെന്ന് PSCയുടെ PYQ ആണ്. അദ്ദേഹം കോഴിക്കോടുകാരനാണ് കേട്ടോ. ഡോക്ടർ വർഗീസ് കുര്യൻ എന്നറിയിക്കുമ്പം ഇന്ത്യയുടെ ധവള വിപ്ലവത്തിന്റെ പിതാവ് അല്ലെ, ഇന്ത്യയുടെ മിൽക്ക് മാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ ജനിച്ചത് കോഴിക്കോടാണ്. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ്. ഹരിത വിപ്ലവം വരികയാണെങ്കിൽ MS സ്വാമിനാഥനും, ധവള വിപ്ലവം വരികയാണെങ്കിൽ നമ്മുടെ വർഗീസ് കുര്യനുമാണ്. അപ്പൊ മിൽക്ക് ഡേ എന്നാണ് ചോദിച്ചാൽ നവംബർ 26 ആണ്. നവംബർ 26 1949, ശ്രദ്ധിക്കണേ, 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്, അഡോപ്റ്റ് ചെയ്തത്. ഭരണഘടനാ നിർമ്മാണ സഭ ഒരു പുസ്തകം ഉണ്ടാക്കുകയാണല്ലേ ഭരണഘടന എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ അത് അംഗീകരിച്ചു. ഇത് മതി എന്ന് തീരുമാനിക്കുന്നു. ആ ദിവസമാണ് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് പോലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന ഒരേ ഒരു തീയതി ഏതാണ്? ഒരേ ഒരു ഡേറ്റ്. അത് 1949 നവംബർ 26 ആണ്. പിറ്റേത്തെ വർഷം 50 ജനുവരി 26 എന്ത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു അല്ലെ, നമുക്കറിയാം. അപ്പൊ 2 ചോദ്യങ്ങളും സിമ്പിൾ ചോദ്യങ്ങൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഉത്തരം കിട്ടിയല്ലോ. നമ്മൾ ഇന്നലത്തെ ഫസ്റ്റ് പാർട്ട്, ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ക്ലാസ് ആണ്. ഇച്ചിരി സ്പീഡ് പറയുമ്പോൾ കൂട്ടുകാർ വേണമെങ്കിൽ സ്ലോ ആക്കി കാണാം യൂട്യൂബിൽ കേട്ടോ, നിങ്ങൾക്ക് സ്പീഡായി തോന്നുകയാണെങ്കിൽ. നോക്കൂ, ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഭരണഘടനയിലെ ഭാഗം 4A മൗലിക ചുമതലകൾ കടമെടുത്തത് USSR നിന്നാണ് അല്ലെ. 11 മൗലിക ചുമതലകൾ ഉണ്ട്. നിങ്ങൾ കമന്റ് ചെയ്തില്ലേ ഇന്നലത്തെ ക്ലാസ്സിൽ? യെസ്. അപ്പൊ ആ മൗലിക ചുമതലകൾ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം. നോക്കൂ, 42-ാം ഭരണഘടനാ ഭേദഗതി കൃത്യമായിട്ട് പഠിക്കണേ. 42-ാം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതിയാണ് 42-ാം ഭേദഗതി. ആ 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ആഡ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4A എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ, 51A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് ആഡ് ചെയ്തത് ഈ പറയുന്ന 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഒരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട് മകളെ, അന്ന് ആഡ് ചെയ്ത സമയത്ത് 10 മൗലിക ചുമതലകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 86-ാം ഭരണഘടനാ ഭേദഗതി 2002, അതും നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഒരു ആർട്ടിക്കിൾ കൂടി അഡീഷണലി ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോ എത്ര മൗലിക ചുമതല ഉണ്ട്? 11 എണ്ണം ഉണ്ട്. ഓക്കെ ആണല്ലോ. 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതി 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. അത് സ്റ്റേറ്റിന്റെ കടമയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ പറയുന്ന 51A സബായിട്ട് ABCD എന്ന് എഴുതുമ്പോൾ K നമ്മൾ 11 എണ്ണം എണ്ണി നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് K എന്ന് പറഞ്ഞുകൊണ്ട് എന്തുണ്ട്? ഈ പറയുന്ന വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ 86-ാം ഭരണഘടനാ ഭേദഗതിയിലെ അതിന്റെ ഭാഗമായിട്ട് ഒരു മൗലിക ചുമതല കൂടി അഡീഷണലി വന്നിട്ടുണ്ട്. അപ്പോ 2 പോയിന്റ് അവിടെ ശ്രദ്ധിക്കണം.
42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതല ഭരണഘടനയ്ക്കകത്ത് ആഡ് ചെയ്തത്. അന്ന് ആഡ് ചെയ്തപ്പോൾ 10 എണ്ണമായിരുന്നു. പിന്നീട് 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഒന്ന് അഡീഷണലി ആഡ് ചെയ്തത്. ഓക്കെ ആണല്ലോ. ഇതൊക്കെ സ്ഥിരം പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. നല്ലൊരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം എവിടെയാണ്? മക്കളെ, കേവല ഭൂരിപക്ഷ സമ്പ്രദായം നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അവിടെ അതിബുദ്ധിയൊക്കെ കാണിച്ചവരൊക്കെ ഉണ്ടാവും. എന്താണ് കേവല ഭൂരിപക്ഷം? ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ പിന്നീട് കാണുകയായിരിക്കും, തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് വിജയ്, നമ്മുടെ പ്രിയപ്പെട്ട താരം അല്ലെ, തലൈവർ വിജയ് ഇളയ ദളപതി സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഞാനിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചില്ല? നമ്മുടെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആണ് ഈ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഗവർണർ. ഇപ്പൊ വിജയ് എന്ത് ചെയ്തു? അദ്ദേഹത്തെ സമീപിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, കേവല ഭൂരിപക്ഷം തെളിയിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ എനിക്ക് തരണം എന്ന് വിജയോട് പറഞ്ഞു. പക്ഷേ വിജയ്ക്ക് അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം സുപ്രീം കോടതി പോയിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ എന്താണ് ഈ കേവല ഭൂരിപക്ഷം? നോക്കൂ, ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 543 ലോക്സഭാ അംഗങ്ങളുണ്ട് അല്ലെ. 543 ലോക്സഭാ അംഗങ്ങളിൽ 272, ആ 543 നിങ്ങൾ ഹരിക്കുക 2 കൊണ്ട്. അല്ലെങ്കിൽ 100 ആളുള്ള ഒരു നിയമസഭ, 100 ആളുള്ള നിയമസഭ, 50 പേരാണല്ലോ പകുതി. 51ാമത്തെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ അതിനെയാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുക. ക്ലിയർ ആണോ? അപ്പൊ പകുതിയിലധികം ഒരാള്. അപ്പൊ 272 അവിടുത്തെ ലോകസഭയിലെ ഭൂരിപക്ഷം. അതുപോലെയാണ് തമിഴ്നാട്ടിലെ വിജയ്ക്ക് 118ഓളം സീറ്റ് വേണം. അദ്ദേഹത്തിന് അത്ര ഇല്ല. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ഇപ്പൊ കേവല ഭൂരിപക്ഷം ഇന്ത്യയാണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1950 ജനുവരി 26 ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടാവുകയാണ് അല്ലെ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പൊ ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വരുന്നു, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു, ഭരണഘടന നിലവിൽ വരുന്നു. കെയ്ം ഓൺ എഫക്റ്റ് ആണ്. നോക്കൂ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? കിടിലൻ ചോദ്യമല്ലേ. ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ ICA കിടിലനായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസിന്റെ ലിങ്ക് മുകളിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആ ക്ലാസ് ഒക്കെ കണ്ട് പഠിച്ച ഒരു ICA സെറ്റാണ് മക്കളെ. ഭരണഘടനാ നിർമ്മാണ സഭയില് മേജർ കമ്മിറ്റികളുണ്ട്, 8 കമ്മിറ്റികൾ. അത് ഞാനൊന്ന് പെട്ടെന്ന് പറയാം. ക്ലാസ് കണ്ട് നിങ്ങൾ മെല്ലെ സാവകാശം പഠിച്ചെടുത്താൽ മതി. പഠിച്ചവർക്ക് റിവിഷൻ ആവും. ICA എന്ന് പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ തലവൻ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ. അപ്പൊ അദ്ദേഹം തലവനാണെങ്കിൽ അദ്ദേഹത്തിന്റെ 2 കമ്മിറ്റികൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഭരണഘടനയ്ക്കകത്തുള്ള 8 മേജർ കമ്മിറ്റി. എന്താണ് 8 മേജർ കമ്മിറ്റിയിൽ 2 എണ്ണം അദ്ദേഹമാണ്. അപ്പൊ മെയിൻ ആളാണ് തലവൻ അല്ലെ, ചെയർമാൻ. അപ്പൊ എന്ത് ചെയ്യുന്നു? അദ്ദേഹം സ്റ്റിയറിംഗ്, ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ. 8 കമ്മിറ്റിയുള്ള ഒരു ബസിന്റെ സ്റ്റിയറിംഗ് അദ്ദേഹം പിടിക്കുന്നു. നോക്കൂ, കപ്പിത്താനാണല്ലോ സ്റ്റിയറിംഗ് പിടിക്കുക. സ്റ്റിയറിംഗ് കമ്മിറ്റി, ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തലവൻ രാജേന്ദ്ര പ്രസാദ്. എടാ, ഒരു ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ്. അതിന്റെ റൂളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, പ്രൊസീജിയർ നോക്കിയിട്ട് വണ്ടി ഓടിക്കുക. നോക്കൂ, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ തലവൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 2 എണ്ണം പഠിച്ചോ. 2 എണ്ണം ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ 2 എണ്ണം നോക്കേണ്ടത് സർദാർ വല്ലഭായ് പട്ടേലിനാണ്. പട്ടേൽ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അല്ലെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ നോക്കൂ, സംസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ എന്താ വിളിക്കുക? പ്രൊവിൻഷ്യൽ എന്നല്ലേ വിളിക്കുക അല്ലെ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഓരോ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവിശ്യകൾ. അപ്പൊ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ തലവൻ ആരാണ്? പട്ടേൽ. അദ്ദേഹം നിങ്ങൾക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തില് 1931 കറാച്ചി സമ്മേളനം നടക്കുന്നുണ്ട്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? പട്ടേലായിരുന്നു. നെഹ്റു മൗലികാവകാശങ്ങളുടെ പ്രമേയം അവതരിപ്പിച്ചത് 1931 INC കറാച്ചി സമ്മേളനമാണ്. മൗലികാവകാശങ്ങൾക്ക് വേണ്ടി ആദ്യമായി കോൺഗ്രസിൽ പ്രമേയം 31. ആ പട്ടേല്, അന്ന് അധ്യക്ഷനായ പട്ടേലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശങ്ങൾ, ന്യൂനപക്ഷ, ട്രൈബൽ കമ്മിറ്റിയുടെയും തലവൻ. അതൊരൊറ്റ കമ്മിറ്റിയാണ്, മൗലികാവകാശ, ന്യൂനപക്ഷ, ട്രൈബൽ കമ്മിറ്റി. അവിടെ തന്നെ മൗലികാവകാശത്തിലേക്ക് വരുന്ന സമയത്ത് JB കൃപലാനി, അതിന്റെ സബ് കമ്മിറ്റി ഉണ്ട്. ന്യൂനപക്ഷത്തിലേക്ക് വരുന്ന സമയത്ത് HC മുഖർജി, അതിന്റെ സബ് കമ്മിറ്റി ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ നോക്കൂ, മൗലികാവകാശ, ന്യൂനപക്ഷ, ട്രൈബൽ കമ്മിറ്റി പട്ടേൽ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ പട്ടേൽ. സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. 4 എണ്ണം നിങ്ങൾ പഠിച്ചില്ലേ. 5ാമത്തെ പറയട്ടെ. ഇതാ BR അംബേദ്കർ ആണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു ഓഗസ്റ്റ് 15. കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞു, ഓഗസ്റ്റ് മാസം 29-ാം തീയതി. നോക്കൂ, ഓഗസ്റ്റ് 15 ശേഷം ഓഗസ്റ്റ് 29 എത്തുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വരികയാണ് അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്.
ഭരണഘടനയ്ക്കകത്തുള്ള 8 മേജർ കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ വിളിക്കുന്ന BR അംബേദ്കർ അധ്യക്ഷനായ 7 അംഗങ്ങളുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവൻ ആരാണ്? BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 7 അംഗങ്ങൾ എന്ന് വന്നോ? 1947 ഓഗസ്റ്റ് 29 ബൈഹാർട്ട് പഠിച്ചേ 7 അംഗങ്ങൾ ആരൊക്കെയാ? മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, KM മുൻഷി, BL മിത്തർ, അതുപോലെ തന്നെ TP ഗെയ്ത്താൻ. ഇപ്പോൾ എന്റെ കയ്യിൽ 6ആണ്. നമ്മുടെ BR അംബേദ്കറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7 പേര്. ഇത് 7 പേര് നിങ്ങൾ പ്രിലിംസിനും 10th ലെവൽ മെയിൻസിനും LGSനും ഒക്കെ പഠിക്കണം കേട്ടോ. നിങ്ങളുടെ പുസ്തകം നോക്കുക, നമ്മുടെ ക്ലാസ് കാണുക, PDF ഒക്കെ ഫ്രീ ആയിട്ട് ടെലഗ്രാമിലുണ്ട് കേട്ടോ മക്കളെ. ആരൊക്കെയാണ്? മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, KM മുൻഷി, BR അംബേദ്കർ, പിന്നീട് 2 പേരാണ് ഞാൻ പറഞ്ഞത്, BL മിച്ചർ മാധവൻ എന്ന് പഠിപ്പിച്ചിരുന്ന കോഡ് എന്ന് വെച്ചാൽ BL മിത്തറിന് പകരം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ വന്നത് N മാധവറാവു ആണ്. അതുപോലെ തന്നെ പിന്നീട് ഞാൻ പറഞ്ഞ പേരെന്തായിരുന്നു? TP ഗെയ്ത്താൻ പകരം ചെയ്ത്താൻ പോയി. ഒരു ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ചെയ്ത്താൻ ഇറക്കി വിട്ടു. ആര് കയറി? TT ട്രെയിനിൽ കയറി TT അല്ലേ? കാരണം VTയും TTയും മാറരുത്. ICAയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു VT കൃഷ്ണമാചാരി. വൈസ് ചെയർമാൻ VT. എന്നാൽ ഭരണഘടനയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP ഗെയ്ത്താന് പകരം വന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ TT കൃഷ്ണമാചാരി. തെറ്റിപ്പോകും. ഭരണഘടന പഠിച്ചൊരു കുട്ടിക്ക് തെറ്റിപ്പോകും. TT കൃഷ്ണമാചാരിയും VT കൃഷ്ണമാചാരി തെറ്റരുതേ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് ചെയർമാൻ VT കൃഷ്ണമാചാരി, DP ഗെയ്ത്താന് പകരം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ വന്ന TT കൃഷ്ണമാചാരി. ഇങ്ങനെയുള്ള കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പൊ നോക്കൂ, നമ്മൾ എത്ര കമ്മിറ്റി പഠിച്ചു? ഇപ്പോ 5 എണ്ണം പഠിച്ചു. ഇനി 3 കമ്മിറ്റി. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ, നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ നോക്കൂ, അദ്ദേഹമാണ് ഈ രാജ്യത്തെ ഭരണഘടനയിൽ സ്റ്റേറ്റ് എന്ന് പറയാ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ സംവിധാനം. സംസ്ഥാനം നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ തലവൻ ആരാണ്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ തലവൻ സ്വാഭാവികമായിട്ട് നെഹ്റുവാണ്. യൂണിയന്റെ പവർ അദ്ദേഹത്തിനല്ലേ? യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ആരാണ്? നെഹ്റുവാണ്. ഇപ്പൊ യൂണിയൻ പവർ കമ്മിറ്റി ആലോചിക്കുക, സ്റ്റേറ്റ്സ് കമ്മിറ്റി ആലോചിക്കുക, യൂണിയന്റെ ഭരണഘടന, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരാണ്? നെഹ്റു. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ആരാണ്? നെഹ്റു. സ്റ്റേറ്റ്സ് കമ്മിറ്റി ആരാണ്? നെഹ്റു. ഇത് 3 പഠിച്ചു വെച്ചേക്ക്. സ്റ്റേറ്റ്സ്, യൂണിയന്റെ പവർ, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നെഹ്റു, അതുപോലെ തന്നെ റൂൾ ഓഫ് പ്രൊസീജിയർ സ്റ്റിയറിംഗ് രാജേന്ദ്ര പ്രസാദ്, മൗലികാവകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി, അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പട്ടേൽ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ. ഞാൻ ഇങ്ങനെ മനസ്സിന് എടുത്ത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. പരീക്ഷകൾ എത്തുമ്പോൾ ഇതൊരു ട്രിക്ക് വെച്ച് ആലോചിക്കുക. നെഹ്റുവിന് 3 എണ്ണം, രാജേന്ദ്ര പ്രസാദിന് 2 എണ്ണം, ഓക്കെ, ദെൻ പട്ടേലിന് 2 എണ്ണം, BR അംബേദ്കറിന് 8 മേജർ കമ്മിറ്റികളാണ്. ഓക്കെ, കടമെടുത്ത ആശയങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, ട്രിക്ക് വെച്ച് പഠിച്ചിട്ടുണ്ടാവും. അടുത്ത ക്ലാസ്സിൽ ഞാനത് പറയും, കടമെടുത്ത ആശയങ്ങൾ ഇതുപോലെ രസകരമായി. അപ്പോൾ അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങളും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. നന്നായി പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കാണണം. നമ്മുടെ പ്ലേലിസ്റ്റ് കയറിയിട്ട് ക്ലാസ് കാണുക കേട്ടോ. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്നലെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതൊക്കെ കേട്ടോ. ഇന്നലെ നടന്ന PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് 324 ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി എല്ലാവർക്കും അറിയാം 5 വർഷമാണ്. ഇത് രണ്ടും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന്റെ പിതാവ് ബൽവന്ത് റായ് മേത്തയാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് എന്നെ തന്നെ കാണാം. പരീക്ഷകളിലെ പഞ്ചായത്ത് രാജ്. SCERT 7ാം ക്ലാസ്സിലെ പുതിയ ചാപ്റ്റർ അധികാരം ജനങ്ങൾക്ക് നല്ല കിടുക്കനായിട്ട് ക്ലാസ് എടുത്തു മക്കളെ. ഇപ്പൊ തന്നെ SCERT ഒക്കെ പഠിക്കാൻ ആവേശമുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്തു 7ാം ക്ലാസ് കംപ്ലീറ്റ് ക്ലാസ്. ഈ ക്ലാസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. പഞ്ചായത്ത് രാജ് സെറ്റാണ് കേട്ടോ. ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ബൈഹാർട്ട് പഠിച്ചേക്ക് കേട്ടോ. സൂര്യകാന്തിന്റെ പേര്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്തേ. ഞാൻ അടുത്ത ക്ലാസ് പറയും കേട്ടോ. എപ്പോഴും പഠിപ്പിക്കുന്നതാണ്. ഒന്ന് കമന്റ് ചെയ്തേ. സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായതാണ്. പാർലമെന്റ്, നിയമസഭാ അംഗങ്ങൾ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുക്കുന്നു. ശരിയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആർട്ടിക്കിൾ 324 നോക്കൂ. ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇത് ഓൾറെഡി വന്നു. അപ്പൊ അത് ശ്രദ്ധിച്ചൊരു കുട്ടിക്ക് ഇത് മാർക്ക് കിട്ടും അല്ലേ? ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുക ഇലക്ഷൻ കമ്മീഷനാണ്.
രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകുന്നു, തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുന്നു. ഇതൊക്കെ ആരാണ്? മറ്റു തർക്കങ്ങൾ പരിഹരിക്കുകയൊക്കെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ആണോ? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആണോ? ഒരിക്കലും അല്ല. തദ്ദേശ സ്വയംഭരണങ്ങളിൽ നമുക്ക് സ്റ്റേറ്റിലാണ് കാര്യങ്ങൾ ചെയ്യല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1, 2, 3 ശരിയാണ്. ശരിയായി തിരഞ്ഞെടുക്കണം. അപ്പൊ സി 1, 2, 3 മാത്രം ശരി. ഒരു ചോദ്യം ഇതാണ്: മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അല്ലെ, ജാതി, മത, വർഗ, വർണ്ണ, ഭാഷ, ലിംഗ ഭേദമന്യേ എല്ലാവരും സമന്മാരാണ്. ആർട്ടിക്കിൾ 15 വിവേചനത്തിനെതിരെ. ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ ഏതാണ്? 14, 19, 21. നിങ്ങൾ ഇന്നലെ കമന്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദം 14, 19, 21. നോക്കൂ, ഭരണഘടനയിലെ ആർട്ടിക്കിളുകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് പഠിച്ചു പോകാം. പെട്ടെന്ന് പഠിക്കാം. ഇത് സമയമെടുത്തൊക്കെ പഠിക്കേണ്ടവർക്ക് യൂട്യൂബ് ക്ലാസ് ഉണ്ട്, വിശദമായി എടുത്തിട്ടുണ്ട്, അത് കാണുക. ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ക്ലാസ് ആണ്. നോക്കൂ, ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ യൂണിയനും അതിന്റെ ഭൂപ്രദേശവുമാണ്. പഠിച്ചങ്ങോട്ട് പോവുക. ഭാഗം 1 നോക്കൂ, ഭരണഘടനയ്ക്കകത്ത് നിലവിൽ വന്ന സമയത്ത് 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, 395 ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു, 8 പട്ടികകൾ ഉണ്ടായിരുന്നു. 1950 ജനുവരി 26-ന് 22 ഭാഗങ്ങൾ ഭരണഘടനയ്ക്കകത്ത് ഉണ്ടായിരുന്നു, 395 വകുപ്പുകൾ ഉണ്ടായിരുന്നു, 8 പട്ടികകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ എത്രയുണ്ട്? 25 ഭാഗങ്ങളുണ്ട്. ആർട്ടിക്കിളുകൾ നിങ്ങളോട് ചോദിക്കത്തില്ല, കേട്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ അത് പഠിക്കേണ്ട. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളോട് ചോദിക്കത്തില്ല. ഭാഗം 25. എത്ര പട്ടിക ഉണ്ടെന്ന് ചോദിക്കാം. 12 പട്ടികകളുണ്ട്. എത്ര പട്ടികകളുണ്ട്? 12 പട്ടിക. 12 പട്ടികകള് നിലവിലുണ്ട്. അപ്പൊ ഈ 25 ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ 24 എന്നൊരു ഭാഗം ഭരണഘടനയ്ക്കകത്ത് ഇല്ല. കാണുമ്പോൾ ഈ ഭരണഘടനയ്ക്കുള്ളിൽ ചില സമയത്ത് അഡീഷണലി ആഡ് ചെയ്ത് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം 4A 1, 2, 3, 4, 5 എന്ന് 1950 ഭരണഘടനാ ശില്പികള് ഭാഗങ്ങൾ എഴുതി ഉണ്ടാക്കി. പിന്നീട് നമ്മളൊരു ഭാഗം അഡീഷണലി ആഡ് ചെയ്ത് ഇതിനുള്ളിൽ കുത്തിക്കയറ്റി. കണ്ടോ? 4A. ഓക്കെ, 9A. ഇങ്ങനെ എണ്ണുമ്പോൾ എല്ലാം കൂടി 25 ഉണ്ട്. ഓക്കെ ആണോ പറഞ്ഞത്? 7 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. 7 കാണാൻ പറ്റുമോ? ഇല്ല, അത് ഒഴിവാക്കി. അപ്പൊ ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയും പുതിയത് വരികയും ചെയ്തു. അങ്ങനെ എല്ലാം കൂടി ഇപ്പൊ 25 ഭാഗങ്ങളുണ്ട്. ആ 25 ഭാഗവും പഠിക്കണം. പക്ഷെ പ്രധാനപ്പെട്ടതൊക്കെ ഞാനിവിടെ നിറം മാറ്റി കൊടുത്തിട്ടുണ്ട്. രസം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ചിന്തിക്കും ഇതൊക്കെ നിറം മാറ്റിയിട്ടുണ്ട്, എല്ലാം പഠിക്കണം. അപ്പൊ 1 യൂണിയനും ഭൂപ്രദേശവും ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. 2 പൗരത്വം 5 മുതൽ 11 വരെ. വേഗം പഠിച്ചു പോയെ. 5 മുതൽ 11 വരെ പൗരത്വം. 5 മുതൽ 11 വരെ പൗരത്വം. ചില ട്രിക്കുകൾ ഞാൻ പറഞ്ഞുതരാം, കേട്ടോ. ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഏറ്റവും അടിസ്ഥാനമാണ്. ഇതൊക്കെ നിങ്ങൾ തറവായിരിക്കണം. മൗലികാവകാശം അറിയാത്തൊരു കുട്ടി PSC പരീക്ഷ എഴുതാൻ പോകണ്ട. 12 മുതൽ 35 വരെ മൗലികാവകാശങ്ങൾ. 36 മുതൽ 51 വരെ അറിയാത്തൊരു കുട്ടി PSC പരീക്ഷ എഴുതാൻ പോകണ്ട. 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങൾ. 1 മുതൽ 4 വരെ യൂണിയനും ഭൂപ്രദേശവും പഠിച്ചിരിക്കണം. 51A മൗലിക കടമ നമ്മൾ ഇന്നുകൂടി പറഞ്ഞു. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചേ. 51 കഴിഞ്ഞാൽ പിന്നെ ആ 51 നമുക്ക് ഇപ്പറ എഴുതിയിട്ടെ 5 എടുത്തിട്ട് 1 അപ്പുറം എടുക്കുക. 51 കഴിഞ്ഞ് 52 അല്ലെ? മനസ്സിലാവാത്തവർ ശ്രദ്ധിച്ചേ. ട്രിക്ക് എന്താണ്? 52 മുതൽ ആ 2 പകുതിയാക്കി 1 ആക്കി അപ്പുറം ഇട്ടു കേട്ടോ. അപ്പൊ 151. ട്രിക്ക് കിട്ടിയോ? 52 മുതൽ 151 യൂണിയനെ കുറിച്ച് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. രാഷ്ട്രപതിയെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ഈ പറയുന്ന 5-ലാണ് വരിക. അപ്പൊ അത് എവിടെയുണ്ട്? 54, 52, 60 ഒക്കെ ഇതിനുള്ളിലല്ലേ? രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് 72 ഇതിനുള്ളിലല്ലേ? CAG കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ അല്ലെ? 148 CAG. അത് ഇതിന്റെ ഉള്ളിലല്ലേ? അത് കേന്ദ്രമല്ലേ? സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 124 അത് ഇതിന്റെ ഉള്ളിലല്ലേ? അല്ലെ? അങ്ങനെയൊക്കെ ചിന്തിക്കുക നിങ്ങൾ. അപ്പൊ 52, 151 പഠിച്ചേ. ഇതാണ് നിങ്ങൾക്ക് ഇച്ചിരി പാടുണ്ടാവുക. ഞാൻ ഇതാ പറയാൻ പോവാണ്, വട്ടടാൻ പോവാണ്. പഠിച്ചു 5 യൂണിയൻ. 6 സംസ്ഥാനം. എവിടെ തുടങ്ങുന്നുണ്ട്? സ്വാഭാവികമായിട്ട് 152. ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചേക്ക്. 237 237 സംസ്ഥാനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. 237 സെറ്റാണോടാ? 152 തുടങ്ങണം. അത് നമുക്ക് കിട്ടും. 237 വരെ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, അതാണ് ആറാമത്തത് സംസ്ഥാനങ്ങൾ. ബൈഹാർട്ട് പഠിക്കണേ. 152 മുതൽ 237 വരെ. ഇനി 7 ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അടുത്തത് 8 ആണ്. 8 എന്തായിരിക്കും? സംസ്ഥാനം കഴിഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശമായിരിക്കും അല്ലെ. അപ്പൊ 8 കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പൊ 6 കഴിഞ്ഞാൽ 8 കേന്ദ്രഭരണ പ്രദേശം. അവിടെ 237 കഴിഞ്ഞിട്ട് ഒന്ന് ഒഴിവാക്കിയല്ലോ. അപ്പൊ അത് ഏതാ ഒഴിവാക്കിണ്ടാവുക? 238 ഒഴിവാക്കിണ്ടാവും. 39 തുടങ്ങാം, 42 വരെ കേട്ടോ. കേന്ദ്രഭരണ പ്രദേശം 2 4 2 8 2 ഗുണിക്കണം 4 8 2 4 2 വരെ 239 242 239 242. പ്രിലിംസിനൊക്കെ പോകുന്ന ഒരു 10th ലെവല് ALGS. ഇത് ബൈഹാർട്ട് പഠിക്കാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾ മാക്സിമം പഠിക്കണം. പഠിക്കാൻ പ്രയാസമാണെങ്കിൽ വിട്ടേക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 8 കേന്ദ്രഭരണ പ്രദേശമാണെന്നും 6 സംസ്ഥാനമാണെന്നും മിനിമം പഠിച്ചു വെക്കണേ. ഇനി പഞ്ചായത്ത് ബൈഹാർട്ട് പഠിക്കാൻ പറ്റുന്ന എല്ലാവരും പഠിക്കുക. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കൂ, 243 പഞ്ചായത്ത് തുടങ്ങുക. പഞ്ചായത്ത് ഓ വരെ അങ്ങനെ പറയണം. പഞ്ചായത്ത് ഓ വരെ 243 തുടങ്ങിയിട്ട് 241 A, 241 B, 241 C അങ്ങനെ തുടങ്ങി 241 O വരെ. അതിനകത്ത് സബായിട്ട് ABCD O വരെ 243 തുടങ്ങിയിട്ട് 241 O വരെ 9 പഞ്ചായത്ത്. 9A മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ ഓ കഴിഞ്ഞാൽ സ്പെല്ലിംഗ് ഏതാ? P. 243 P. എൻ്റെ പിറകിലാണ്, നിങ്ങൾ ഇത് കാണത്തില്ല. അപ്പൊ ഞാൻ മാറ്റി എഴുതാം. 243 മുതൽ 243 O വരെ, 243 P മുതൽ 243 ZG വരെ കേട്ടോ. 243 ZG വരെ. വൃത്തിയൊന്നും നോക്കണ്ട, നിങ്ങൾ പഠിക്കുക വെക്കുക. കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് 9B. 9B കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പൊ ZG കഴിഞ്ഞാൽ പിന്നെ ZH മുതൽ ZT വരെ കോപ്പറേറ്റീവ് സൊസൈറ്റി T വരെ. ZH മുതൽ ZT വരെ ബൈഹാർട്ട് പഠിക്കട്ടോ. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. 10 എന്ന് കേൾക്കുമ്പോൾ ഒരു പട്ടിക, ഒരു റൗണ്ട് സംഖ്യയല്ല. 10 പട്ടിക ഗോത്രവർഗ പ്രദേശങ്ങൾ. 10 ആർട്ടിക്കിളുകൾ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 11 എന്ന് പറയുമ്പോൾ നോക്കൂ, 1 1 ഒരു ബന്ധം കാണും. നിങ്ങൾ 1 1 2 വര, 2 തീയതി തമ്മിൽ ഒരു ബന്ധം. 2 വരട്ടോക്കെ എന്താ ബന്ധം? യൂണിയന് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധം. നമ്മൾ പറയാറുണ്ട് ഏപ്രിൽ 11 പാർക്കിൻസൺ ദിനം. 2 വരയ്ക്കുള്ളിൽ പാർക്ക് ചെയ്യുക. ഏപ്രിൽ 11 പാർക്കിൻസൺ ദിനം അല്ലെ. പാർക്കിൻസൺ രോഗമല്ലേ. അപ്പൊ അതുപോലെ 11 എന്ന് കേൾക്കുമ്പോൾ യൂണിയനും സംസ്ഥാനം തമ്മിലുള്ള ബന്ധം 2 വര അല്ലെ. 11. 12 നമുക്കറിയാം 112 ബജറ്റാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ആർട്ടിക്കിൾ 112 ബജറ്റാന്ന് നിങ്ങൾക്ക് അറിയാലോ. അറിയാം. അപ്പൊ 12 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ധനകാര്യവും വസ്തുവും കരാറുകളും വ്യവഹാരങ്ങളുമാണ്. എടാ 300A സ്വത്തവകാശം എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അവിടെ കണക്ട് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ നിങ്ങൾ 300A പിടിക്കാം. സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ 13 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക വ്യാപാരവും വാണിജ്യവുമാണ്. മക്കളെ 13 ഇംഗ്ലീഷ് പഠിച്ചവർക്കറിയാം ബേക്കേഴ്സ് ഡസൺ. ബേക്കറിക്കാരുടെ ഡസൺ എന്നറിയപ്പെടുന്നത് 13 അല്ലെ. ഒരു വാക്കാണ് ബേക്കേഴ്സ് ഡസൺ. 13 വിളിക്കുന്ന ബേക്കേഴ്സ് ഡസൺ എന്നാണ് കേട്ടോ. ഇംഗ്ലീഷിൽ ഒരു ചോദ്യമാണ്. അപ്പൊ അത്തരത്തില് നിങ്ങൾ നോക്കൂ, 13 എന്ന് പറയുന്ന സമയത്ത് അവിടെ 13 ബേക്കറിക്കാരായതുകൊണ്ട്, കച്ചവടക്കാരായതുകൊണ്ട് വ്യാപാരം, വാണിജ്യം, പരസ്പര സമ്പർക്കം ഒക്കെ എന്താണ് ഭാരതത്തിന്റെ ഭൂപ്രദേശത്തിനകത്തുള്ളത്. 13. 11 എന്തായിരുന്നു? സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധങ്ങൾ അല്ലെ. അവിടെ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ, ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. യൂണിയനും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം 11. 12 ബജറ്റ്, ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കരാറുകളും വ്യവഹാരങ്ങളും ഒക്കെ 12. 13 എന്ന് കേൾക്കുമ്പോൾ വ്യാപാരവും കച്ചവടവും. ബേക്കറിക്കാർ ആലോചിക്കാൻ പറഞ്ഞു വ്യാപാരവും വാണിജ്യവും. 14 എന്താണ്? യൂണിയനും സംസ്ഥാനങ്ങൾക്ക് കീഴിലുള്ള സർവീസുകളാണ്. നോക്കൂ, PSCയെ കുറിച്ച് പറയുന്ന എവിടെയാണ്? ഈ പറയുന്ന 14ാമത്തെ ഭാഗത്തിനകത്താണ് അല്ലെ. അപ്പൊ 315 PSCയുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ വരുന്നതാണ്. അപ്പൊ യൂണിയനും സംസ്ഥാനങ്ങൾക്ക് കീഴിലുള്ള സർവീസുകൾ. എന്നാൽ 14A പിന്നീട് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എടുത്തു പഠിക്കണം. 14A ട്രിബ്യൂണലുകളാണ് അല്ലെ. പലതരത്തിലുള്ള ട്രൈബ്യൂണലുകൾ ഉണ്ട്. അതിനെക്കുറിച്ച് 14A പറയുന്നു. 15 നല്ല റൗണ്ട് സംഖ്യയല്ലേ. 15 പഠിക്കുക. തിരഞ്ഞെടുപ്പുകൾ അല്ലെ. ഇലക്ഷൻ കമ്മീഷൻ, ഇലക്ഷൻ, ഇതിനെക്കുറിച്ചൊക്കെ 15 പറയുന്നു. 10 പട്ടിക ഗോത്രവർഗ പ്രദേശങ്ങൾ. 9B കോപ്പറേറ്റീവ് സൊസൈറ്റി. 14 ട്രിബ്യൂണലുകൾ. 15 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 16 SC ST OBC ആംഗ്ലോ ഇന്ത്യക്കാർ എന്നിവരെ സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥകൾ. 17 ഔദ്യോഗിക ഭാഷയാണ്. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ പട്ടിക പഠിക്കുമ്പോൾ ഒരു പാട്ട് ഞാൻ പാടാറുണ്ട്.
7 ലിസ്റ്റ് 8 ഭാഷ 9 ഭൂപരിഷ്കരണം 10 കൂറുമാറ്റം 11 പഞ്ചായത്ത് 12 മുനിസിപ്പാലിറ്റി എന്ന് പാടാറുണ്ട്. എന്താണ്? 7 ലിസ്റ്റ് 8 ഭാഷ 9 ഭൂപരിഷ്കരണം. അങ്ങനെ പാടുമ്പോ 17 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താവും? ബോറടിക്കണ്ട. 17 ബോറടിക്കണല്ല, മാറിപ്പോവണ്ട. 17 ഔദ്യോഗിക ഭാഷയാണ്. അവിടെ 7 ലിസ്റ്റ് ആണ്, 17 ഔദ്യോഗിക ഭാഷയാണ്. 343 മുതൽ 351 വരെയാണ്. നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളില് ഞാൻ സ്പീഡ് പറയുന്നു, നോക്കണ്ട കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കീറി മുറിച്ച് പഠിക്കാനുണ്ട്. അതൊക്കെ വരുന്ന ക്ലാസ്സുകളിലെ തീർത്തുള്ളൂ. ഇപ്പോ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാവുന്ന ആർട്ടിക്കിൾ ഏതാണ്? നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേ. എപ്പോഴും ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാവുന്നത് ഏതാണ് ആർട്ടിക്കിൾ? ഇതിന്റെ ഉള്ളിൽ വരുന്നാലേ ഈ തന്നിരിക്കുന്ന 343 351 ഉള്ളിലുണ്ട്. അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ, 18ാമത്തെ അടവ് 18ാമത്തെ അടവ് എന്ന് പറയല്ലേ അടിയന്തരാവസ്ഥ. 20 ഭരണഘടനാ ഭേദഗതി, നല്ല റൗണ്ട് സംഖ്യയാണ്. ഭരണഘടനയ്ക്കകത്ത് മാറ്റം വരണമെങ്കിൽ 20 രൂപ കൊടുത്താൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ നിലയ്ക്കുക. 20 18 അടിയന്തരാവസ്ഥ, 17 ഔദ്യോഗിക ഭാഷ കിട്ടൂലേ. പിന്നെ 21 മറ്റു ചില വ്യവസ്ഥകള്, 19 പലവക ഈ മിസ്ലേനിയസ് കാര്യങ്ങള്, 22 ഹിന്ദിയുമായി ബന്ധപ്പെട്ട ആധികാരിക പാഠം റദ്ദാക്കൽ. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഈ ഗ്രീൻ കളറില് യെല്ലോ കളറിൽ ഞാൻ കൊടുത്ത ഭാഗങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടല്ലോ. പ്രധാനപ്പെട്ടത് പ്രതിപാദന വിഷയം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം ഇന്നലത്തെ PSC പരീക്ഷയിൽ ചോദിച്ചാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി ക്ലാസ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ നമ്മുടെ ക്ലാസ്സിന്റെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനി അടുത്ത തുടർന്നുള്ള ക്ലാസ്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്ലാസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നല്ല അഭിപ്രായം പറയുക. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, 10th ലെവൽ മെയിൻസിന് വേണ്ടിയിട്ട്, അതായത് കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് ഒരു ബാച്ച്, ഒരു കിഡിലൻ ബാച്ചാണ് അത്. പക്ക നിങ്ങൾക്ക് ലിസ്റ്റിൽ വന്നേ പറ്റൂ എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ മെന്ററെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഫുൾ ടൈം നിങ്ങളെ കൂടെ നിന്ന് കാര്യങ്ങൾ പറയാനും പഠിപ്പിക്കാനും പരീക്ഷകൾ തരാനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDF നൽകാനും കറണ്ട് അഫയേഴ്സ് 20ൽ 20 മാർക്ക് കിട്ടാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. മെയ് 10ാം തീയതിയാണ് ബാച്ച് ആരംഭിക്കുക. നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചോദിക്കാം കേട്ടോ. പ്രിലിംസിന്റെ ബാച്ച് ഉണ്ട്, മെയിൻസിനും പ്രിലിംസിനും കൂടിയുള്ള ബാച്ച് ഉണ്ട്. ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇത്രയും നേരം വീഡിയോ ഒക്കെ കണ്ടവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചോദിക്കാം. നിങ്ങൾ ഒരു മാസം റീചാർജ് ചെയ്യുന്ന പൈസ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിലിംസ് ഉപകാരപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ മറക്കണ്ട, ഇനി തുടർച്ചയായ ക്ലാസ് ഉണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾ കാണുന്നില്ല, വീഡിയോ ആരും കാണുന്നില്ല, അതുകൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ, താങ്ക് യു.